ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ നമ്മൾ എപ്പോഴും ഫേസിലൊക്കെ ഇടാനുള്ള പാക്കുകളൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, നല്ല ഭംഗിയായിട്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കാലുകൾ എങ്ങനെ വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ടാനൊക്കെ മാറി സുന്ദരമാക്കി വെക്കുക എന്നുള്ള രീതിക്കുള്ള ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടിപൊളി റിസൾട്ട് ആട്ടോ. അതായത് ഇപ്പം ഞാൻ 2 ആഴ്ച കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് 4 വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയത്തില്ല, ഞാൻ ഓരോന്നും ചെയ്തിട്ട് എനിക്ക് ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുമായിട്ട് ചേർന്ന്. അതും ഞാൻ തന്നെ ചെയ്ത ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലോട്ട് യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് അതിനകത്ത് ചേഞ്ചസ് വരുത്തുന്നതും അവരുടെ തന്നെ അതൊക്കെ നോക്കി കോപ്പി ചെയ്തൊക്കെ ഉണ്ട് സംഭവം. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം അതുപോലെ തന്നെ എനിക്ക് ചെയ്തിട്ട് അപ്പം 2 ആഴ്ചയായിട്ട് ഇപ്പം 4 പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം അടിപൊളി റിസൾട്ടാട്ടോ. എന്ന് വെച്ചാൽ നല്ലപോലെ ടാൻ മാറും. ഈ ഒരു 4 വട്ടം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അടിപൊളിയായിട്ട് ടാൻ മാറും. നമുക്ക് കാല് നല്ല എന്താ പറയുന്നത്, നല്ലൊരു ബ്രൈറ്റനിങ് തോന്നിക്കും നമ്മുടെ കാലിന്. അത്രത്തോളം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് ഏറ്റവും ആവശ്യം വേണ്ടുന്നത് മുട്ട. അതായത് മുട്ടയുടെ തോടാണ് നമുക്ക് ആവശ്യം കേട്ടോ. നമ്മളെല്ലാവരും മിക്കവാറും എന്തായാലും ഒരു മുട്ടയെങ്കിലും ഒരു വീട്ടിൽ യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പം ആ മുട്ടത്തോട് നിങ്ങളെടുത്ത് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ എടുത്തിട്ട് ഒരു 20-25 മുട്ടത്തോടാവുമല്ലോ. അതാവുന്ന സമയത്ത് അതെടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെക്കുക. നിരത്തിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കണം. അപ്പോൾ ഒരു ദിവസത്തെ വെയിലൊക്കെ കിട്ടുമ്പോൾ നല്ലപോലെ ഉണങ്ങും. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം മതി, ഇല്ലെങ്കിൽ 2 ദിവസം നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ മയമൊക്കെ മാറി നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം. ഉണങ്ങി കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് നല്ലപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. നല്ലപോലെ വെച്ചാൽ ഫൈൻ ആയിട്ട് നല്ലപോലെ പൊടിയണം. പൊടിഞ്ഞു കഴിയുമ്പം അത് നമ്മൾ മാവൊക്കെ അരിക്കുന്നതാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇപ്പം നമുക്ക് കാലിനിടാനായിട്ട് 2 കാലിലോട്ട് 2 സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തേൻ യൂസ് ചെയ്യണം. അപ്പം കുറച്ച് നാടൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തൈരും. അപ്പം ഈ തൈരിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലൊരു കട്ടിക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കാലിലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇടുമ്പം ആദ്യം ഒന്ന് ഇടണം കാല് മൊത്തവും. ആദ്യം നിങ്ങൾ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ കാല് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് മാത്രം ഇത് ഇടുക. ഇടുമ്പം നല്ലപോലെ കട്ടിക്ക് നല്ലപോലെ ഒരു പാക്കാക്കി ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ലെയർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഉണങ്ങാൻ വിട്ടേക്കുക. ഇട്ടിട്ട് ഒരു അരമണിക്കൂർ, ഇപ്പം 3/4 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ കുളിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെക്കാം. കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ കഴുകിക്കളയുക. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ കുളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ടാണെങ്കിലും ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ തൊട്ട് ഒരു ബോഡി ലോഷനോ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മറന്നു പോകരുത്. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വന്ന് സിറപ്പ് പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കറിയാം, ആ പാൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മേളിലോട്ട് കയറി നിൽക്കും. അപ്പോൾ അത്രത്തോളം ടാൻ നമ്മുടെ കാലിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. സമയം ഇറക്കമുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ അത്രത്തോളം വെയിൽ നമുക്ക് കാലിലോട്ട് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് നിങ്ങൾ കഴിവതും ഈ ഉച്ച സമയത്ത് നല്ല വെയിലുള്ള, ഇപ്പോൾ ഒക്കെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഇച്ചിരി ഇറക്കമൊക്കെയുള്ള പാൻറ് ഇടുകയോ അതുപോലെ തന്നെ പറ്റുന്നെങ്കിൽ സോക്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്കിപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോകത്തില്ല, അതുപോലെ തന്നെ സോക്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഒരുപാട് സൺലൈറ്റ് ഒന്നും അടിക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നല്ലപോലെ കാലൊന്ന്, ഇപ്പം നമ്മൾ എന്തായാലും പുറത്ത് പോയിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകുമല്ലോ. കഴുകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കഴുകണം. കാരണം നമ്മൾ പൊടിയും ഒക്കെ അടിച്ചിട്ട് ആനും ഒക്കെ അടിച്ചിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ആ വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫേസ് വാഷ് ഇട്ട് നല്ലപോലെ ഫേസ് കഴുകുക. ഇനി നിങ്ങൾക്ക് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ടായാലും ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഫേസ് ഒന്ന് കഴുകുക. അങ്ങനെയും ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന വാക്കിന് നമ്മൾ ഫേസൊക്കെ ഒന്ന് കഴുകുന്ന കണക്ക് തന്നെ നമ്മുടെ കാല് നല്ല വൃത്തിയായിട്ട് കളയണം കേട്ടോ, എവിടെ പോയിട്ട് വന്നാലും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നല്ല അടിപൊളിയായിട്ടൊരു പാക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.